മെൻ്റലി സ്ട്രോങ്ങായ ഒരു വ്യക്തിയായി മാറുന്നതിന് നാം എന്തെല്ലാം ചെയ്യണം എന്നറിയുന്നതിൻ്റെ മുമ്പ് മെൻ്റലി സ്ട്രോങ് ആയ വ്യക്തികളുടെ പ്രത്യേകതകൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മെൻ്റലി സ്ട്രോങ് ആയ ഒരു വ്യക്തി എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് നിങ്ങൾ കരുതരുത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ധാരാളമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ. ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ അവർ ഒരിക്കലും മെൻ്റലി സ്ട്രോങ് ആയ ഒരു പേഴ്സൺ ആയിരിക്കില്ല. ഒരിക്കൽ ഒരു സ്കൂളിൻ്റെ ജനലിൽ ഒരു പൂമ്പാറ്റയുടെ പ്യൂപ്പ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും പൂമ്പാറ്റ വിരിഞ്ഞ് പുറത്തു വരാനായ സമയത്ത് കുട്ടികളെല്ലാവരും ചേർന്ന് ആ പ്യൂപ്പയെ പറിച്ചെടുത്ത് ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നും പൂമ്പാറ്റയ്ക്ക് പുറത്തു വരാൻ സഹായിക്കുവാൻ വേണ്ടി ഇവർ ആ പ്യൂപ്പയെ ചെറുതായിട്ടൊന്ന് കീറി. അങ്ങനെ ഈസിയായിട്ട് ആ പൂമ്പാറ്റ പുറത്തു വന്നു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ പൂമ്പാറ്റയ്ക്കൊരു വൈകല്യം കാണപ്പെട്ടു. അതിന് പറക്കാൻ കഴിയുന്നില്ല. പറക്കാൻ ശ്രമിക്കുമ്പോൾ അത് താഴെ വീഴുന്നു. അതിനിടയിൽ ക്ലാസ് മുറിയിലേക്ക് ടീച്ചർ കടന്നു വന്നു. ബയോളജി ക്ലാസ് ആയിരുന്നു. ടീച്ചർ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു. നിങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് വെച്ചാൽ ആ പ്യൂപ്പയിൽ നിന്നും പൂമ്പാറ്റയ്ക്ക് പുറത്തു വരുവാൻ വേണ്ടി സഹായം ചെയ്തു കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ആ പ്യൂപ്പയെ തകർക്കാൻ വേണ്ടി ആ പൂമ്പാറ്റ എടുക്കുന്ന ഒരു പരിശ്രമമുണ്ട്. അവിടെ ഒരു കഷ്ടപ്പാടുണ്ട്. അത് ആ പൂമ്പാറ്റ ചെയ്യണമായിരുന്നു. അത് അതിൻ്റെ ചിറകുകളും കാലുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ശക്തി പുറത്തെടുത്ത് ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്ത് ആ പ്യൂപ്പയെ കീറി പുറത്തേക്ക് വരിക എന്നുള്ള ആ പ്രവൃത്തി ആ പൂമ്പാറ്റ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ പൂമ്പാറ്റയുടെ ചിറകുകൾക്ക് അതിനുള്ള കരുത്തുണ്ടാവുകയുള്ളൂ. ആ കാര്യത്തിൻ്റെ കരുത്തിൻ്റെ മെക്കാനിസം വർക്ക് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ മാത്രമേ ആ പൂമ്പാറ്റയ്ക്ക് പുറത്ത് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ഘട്ടത്തിൽ പരസഹായത്തോടുകൂടെ ആ പൂമ്പാറ്റ പുറത്തു വന്നത് കാരണത്താലാണ് ആ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ കഴിയാതെ വന്നത് എന്ന് ടീച്ചർ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അതിനുശേഷം ടീച്ചർ കുട്ടികളോട് വീണ്ടും പറഞ്ഞു, ഇതുപോലെ തന്നെയാണ് നമ്മുടെയും അവസ്ഥ. നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവണം. പ്രതിസന്ധികളെ നമ്മൾ തന്നെ തരണം ചെയ്യുകയും വേണം. നിങ്ങൾ എത്ര പ്രതിസന്ധികളെ തരണം ചെയ്യുന്നുവോ അത്രയും നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. പ്രതിസന്ധികൾ വരാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്ട്രോങ് ആവാൻ കഴിയില്ല. തീയിൽ കൊരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുമ്പോൾ തീയിൽ നിങ്ങൾ കൊരുത്തില്ല എങ്കിൽ വെയിലത്ത് നിങ്ങൾ വാടും എന്നാണ് അർത്ഥം. ഇനി അഥവാ നിങ്ങൾക്ക് പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം മറ്റാരെങ്കിലും നിങ്ങൾക്ക് ആ പ്രതിസന്ധി പരിഹരിച്ച് തരികയാണെങ്കിൽ നിങ്ങൾ മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണായി മാറില്ല. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നിങ്ങൾ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണായി മാറുന്നത്. പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഇത് ചെയ്യാൻ പറ്റുക. ഒന്ന്, ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമേ ഉണ്ടായിരിക്കില്ല.
അങ്ങനെയെങ്കിൽ അതിനെ ഒരു പ്രശ്നമെന്ന് വിളിക്കാതെ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനോടൊപ്പം ജീവിക്കുക, അതിനോടൊപ്പം ജീവിക്കാനുള്ള പഠനം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. പരിഹരിക്കാനുള്ള പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഓറിയൻറ്റഡായി തിങ്ക് ചെയ്യുവാനും ആ പ്രശ്നത്തെ പരിഹരിച്ചെടുക്കാൻ വേണ്ടി മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുക എന്നതാണ് രണ്ടാമത്തത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതിലൂടെ നിങ്ങളുടെ മനസ്സും ബുദ്ധിയും പുതിയ ഐഡിയകൾ ഉണ്ടാക്കുവാനും പുതിയ രീതിയിൽ ചിന്തിക്കുവാനുള്ള കഴിവ് ആർജിക്കുന്നതുമാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഒന്നുമില്ലാതെയാകുമ്പോഴല്ല നമ്മൾ മെൻ്റലി സ്ട്രോങ് ആവുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധി വരികയും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല മനക്കരുത്തുള്ള ഒരു പേഴ്സൺ ആകുന്നത്. ഒരു സിറ്റുവേഷൻ നോക്കൂ. വീട്ടിൽ വളരെ ദാരിദ്ര്യമാണ്. പെങ്ങളുടെ കല്യാണം നടത്തുവാനുണ്ട്. അച്ഛനമ്മമാർ വയ്യാതിരിക്കുകയാണ്. സ്വന്തം പാഷൻ ഫോളോ ചെയ്യണം. അതേസമയം തനിക്ക് ജോലിയും ചെയ്യണം. ഈ ഒരു സിറ്റുവേഷൻ പരിഹരിക്കുവാൻ അറിയാതെ, ഈ സിറ്റുവേഷനിൽ എന്താണ് ചെയ്യുക എന്നറിയാതെ ബുദ്ധിമുട്ടുന്ന സമയം, ഒന്നുകിൽ ഒരിടത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാം. ഞാൻ മെൻ്റലി വീക്കായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. എനിക്കിതിൻ്റെ പ്രഷറാണ്, എനിക്കിതിൻ്റെ സ്ട്രെസ്സാണ്, ഞാനാകെ ഒരു മാനസിക പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒരിടത്തിരുന്ന് വിലപിക്കാം. മറ്റൊരു നിലക്കാണെങ്കിൽ എൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് ഞാൻ തിരിച്ചറിയുക, എനിക്ക് എന്തെല്ലാം വഴികളിലൂടെ പണമുണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക, എന്നിട്ട് അതിനു വേണ്ടിയിട്ട് എൻഗേജ് ആവുക. ഒരേ സമയം തന്നെ 1, 2, 3 ജോലികളിൽ ഏർപ്പെടുക. അങ്ങനെ തൻ്റെ ദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്യുക. എല്ലാം നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കരുതരുത്. കയ്യിൽ ധാരാളം പണമുള്ള വ്യക്തികളോ, കയ്യിൽ പദവിയുള്ള വ്യക്തികളോ, യശസ്സുള്ള വ്യക്തികൾ, നിറയെ ആളുകളുള്ള വ്യക്തികൾ, അവരുടെ ജീവിതം എല്ലാം ഓക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളുണ്ടാകും. സമ്പത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് ആവശ്യങ്ങളും വർദ്ധിക്കും. അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പണമില്ലായ്മ പരിഹരിക്കുവാൻ പണം മുഴുവൻ വന്നു കഴിഞ്ഞാൽ ശരിയാകുമെന്ന് വിചാരിക്കണ്ട. കാരണം പണം കയ്യിലെത്തുമ്പോൾ ആവശ്യങ്ങൾ വളർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, ഈ അവസ്ഥയെ മനസ്സിലാക്കുകയും ഈ അവസ്ഥയെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് മനസ്സിനെയും ബുദ്ധിയെയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും വഴികൾ കണ്ടെത്തുകയും അങ്ങനെ നമ്മൾ ഈ ചലഞ്ചിനെ പൂർത്തിയാക്കുകയും വേണം. നിങ്ങൾ ഇതിനെ ഒരു പ്രശ്നമായിട്ട് കാണാതിരിക്കുക, ഇതിനെയൊക്കെ ഒരു ചലഞ്ചായിട്ട് എടുക്കുക. മെൻ്റലി സ്ട്രോങ് എന്നാൽ ഇതാണ് അർത്ഥം. പുറമേയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല മെൻ്റലി സ്ട്രോങ് ആണോ വീക്കാണോ എന്ന് തീരുമാനിക്കുന്നത്. പുറമേയുള്ള സാഹചര്യങ്ങളോട് നിങ്ങളുടെ മെൻ്റൽ അപ്രോച്ച് എങ്ങനെയാണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് പുറമേയുള്ള സാഹചര്യങ്ങളെ മാറ്റുക എന്നത് രണ്ടാമത്തെ കാര്യമാക്കി മാറ്റുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ സ്ട്രോങ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. ടെൻസിൽ ഹിലാരി പർവ്വതം കീഴടക്കി. പലതവണ പർവ്വതം കയറുവാൻ ശ്രമിച്ചപ്പോഴും അവർക്ക് പരാജയമായിരുന്നു ഫലം. എന്നാൽ പർവ്വതത്തെ നോക്കി അവർ വിളിച്ചു പറഞ്ഞു, ഓ പർവ്വതമേ,
ഒരിക്കൽ ഞാൻ നിന്നെ കീഴടക്കും. കാരണം എൻ്റെ അനുഭവവും എൻ്റെ ശക്തിയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നീ വളരുന്നതേ ഇല്ല. ഇതിനി ഓർമ്മിക്കുക. നമ്മുടെ പ്രതിസന്ധികളും ബാഹ്യമായുള്ള പ്രശ്നങ്ങളും അവിടെ തന്നെ നിൽക്കട്ടെ, അതുപോലെ തന്നെ നിൽക്കട്ടെ. അതിനെ ചെറുതാക്കാൻ നമുക്ക് പറ്റില്ല. ടെൻസിൽ ഹിലാരിക്കും ആ പർവ്വതത്തെ ചെറുതാക്കാൻ സാധിക്കില്ലല്ലോ. എന്നാൽ തൻ്റെ പ്രയത്നത്തെ വളർത്തുവാൻ സാധിക്കും. പ്രതിസന്ധികൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിലും പ്രതിസന്ധികളെ ചെറുതാക്കണമെന്ന് നാം ആഗ്രഹിക്കരുത്. നമ്മൾ പ്രതിസന്ധിയേക്കാൾ വളരുവാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധം. ഈ ഒരു ചിന്തയെ നമ്മൾ പരിപോഷിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോഴും തരണം ചെയ്യുക, മുന്നോട്ട് പോവുക. എന്നാൽ വിജയം ഉറപ്പാണ്. മെൻ്റലി സ്ട്രോങ് ആയി നിൽക്കുക.